അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ എടപ്പള്ളി പള്ളി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു പള്ളിയാണ്. അവിടെ ഗീവർഗീസ് പുണ്യാളനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പള്ളിയിൽ ഒരു 14 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് കേട്ടോ നമ്മുടെ എടപ്പള്ളി പള്ളി. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുരാതനമായ റോമൻ കത്തോലിക്ക പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഈ ഇടപ്പള്ളി പള്ളി. അതുപോലെ തന്നെ പറവൂര് കോട്ടക്കാവ് പള്ളിക്കും പിന്നെ ഉദയംപേരൂർ പള്ളിക്കും ഇടയിലായതുകൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് എടപ്പള്ളി എന്നുള്ള പേര് വരാൻ കാരണം. ഇതാണ് പഴയ പള്ളി. ഏകദേശം 14 നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ഇതിനകത്താണ് സഹജായുടെ തിരുസ്വരൂപം പ്രാർത്ഥനക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഭക്തരുടെ നല്ല തിരക്ക് തന്നെയുണ്ട്. ഇത് ഇടപ്പള്ളിയിൽ ഒരിക്കലും പറ്റാത്ത കിണറാണ്. അപ്പൊ ഇതിൽ നിന്നുള്ള വെള്ളം നമുക്ക് രോഗശാന്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇതിലെ വെള്ളം തീർച്ചയായിട്ട് കുടിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്കൊക്കെ നിറച്ചു കൊണ്ടുപോകാം. അതൊരു പുണ്യ ജലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ കുഞ്ഞു കുട്ടികളെയൊക്കെ നേർച്ച പോലെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മുതിർന്ന ആളുകളും ഇവിടെ തല കഴുകുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളും കുറച്ചു വെള്ളം കുപ്പിയിലായിട്ട് എടുത്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. കിണറ് ചുറ്റിനും വെള്ളം എടുക്കാനും നല്ല തിരക്കുണ്ടായിരുന്നു. മെയിനായിട്ട് പെരുന്നാളായതുകൊണ്ട് അതിന്റെ വലിയ തിരക്കുണ്ട്. പിന്നെ അതാ ഇവിടെ എണ്ണ ഒഴിച്ച് മെഴുകുതിരി പ്രാർത്ഥിക്കുന്നതാണ്. ഈ കാണുന്നതാണ് പുതിയതായി പണിയിപ്പിച്ചിട്ടുള്ള പള്ളി. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ. നമ്മള് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇന്റീരിയർ ഉള്ള ഒരു പള്ളി ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും വളരെ അടിപൊളിയായിട്ടാണ് ഈ പള്ളിയുടെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പള്ളിയുടെ വക സ്റ്റാളുണ്ട് കേട്ടോ. നമുക്ക് ഡിവോഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുള്ള പള്ളിയുടെ സ്റ്റാളുണ്ട്. ഇത് പുതിയ പള്ളിയിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ള ഒരു നടന്നു പോകുന്ന ഒരു ഇതാണ്. അപ്പുറത്തായിട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് വഴിയും കയറി പോകുന്നത്. പുതിയ പള്ളിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് മെട്രോ ഒക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇതാണ് പുതിയ പള്ളിയുടെ ഉൾഭാഗം. ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാനും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് നല്ല വലിയ വിസ്താരമുള്ള സ്പേസുമാണ് ഈ പള്ളിക്കുള്ളില്. ഇത് നമ്മുടെ പുതിയ പള്ളിയിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. കാണും ഇവിടുത്തെ ഓരോ വർക്കുകളും കാണാൻ വളരെ നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നേർച്ചക്കോഴികൾ ലേലം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ സമയവും കാര്യങ്ങളും ടൈമിംഗ് ഒക്കെ എഴുതി.
പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെ തുടങ്ങിയുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. കച്ചവടക്കാരെന്ന് വെച്ചാൽ ഒരു വൻ നിര തന്നെ. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസിനും സ്റ്റാളുകളും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മൺചട്ടികള്, കലം, അങ്ങനെയുള്ള ഐറ്റംസ്, കൊട്ട, വട്ടി, ചട്ടി, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ, അങ്ങനെ അന്ന് വേണ്ട എല്ലാ ഐറ്റംസിൻ്റെയും ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് പൊരി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചേട്ടാ. വീട്ടിലച്ഛന് പൊരി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പൊരി ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് പ്ലേറ്റുകൾ വാങ്ങിച്ചിട്ടാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ പെരുന്നാളിൻ്റെ വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മനഃശാന്തി നേടുവാനുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരായ 10,000 ഇടപ്പള്ളി പാരിഷ് കൗൺസിലും നിങ്ങളുടെ